60 കുട്ടികൾ ആണ് ഇതിന് വിളിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് 60 കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ഇത്രയും മന്ത്രിമാരും ഇത്രയും അലങ്കാരവും എല്ലാമായിട്ട്. കുട്ടികളോട് സംവദിക്കുമ്പം അതിന് എഡ്യൂക്കേഷൻ എക്സ്പേർട്സ് പോയി സംസാരിച്ചാൽ മതി. പിന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കേട്ടു, വിദേശത്ത് പോയ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. അവരെ ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് എന്തിനാണ്? ഡ്രഗ്സിന് അഡിക്റ്റ് ആക്കാനായിട്ടോ? കള്ളത്തരവും പിടിച്ചു പറയും ഒക്കെ ചെയ്യുന്ന യങ്സ്റ്റേഴ്സാണ് മിക്കയിടത്തും ഞാൻ കാണുന്നത്. ഞാൻ മഹാരാജ് കോളേജിലും സെൻറ്റ് തെരേസാസിലും ലോ കോളേജിലും എറണാകുളത്ത് പഠിച്ചിട്ടുണ്ട്. അന്ന് പഠിച്ച 30 വർഷം 25 വർഷം മുമ്പ് ഉള്ള സ്റ്റുഡൻസിൻ്റെ രീതിയല്ല ഇന്നത്തെ സ്റ്റുഡൻസ്. അവരാകെ മാറിയിട്ടുണ്ട്. ബ്രെയിനാണ് അവരുടെ നശിച്ചിരിക്കുന്നത്. ബ്രെയിൻ നശിപ്പിച്ചിരിക്കുക ഡ്രഗ്സ് കൊടുത്തിട്ട്. അത് ഏതോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പ്രത്യേക അജണ്ടയായിട്ടാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. എന്തിനോ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യാണ്ട് ഒരു തലമുറ, ഈ ഒരു 30 വയസ്സിന് താഴെ ഉള്ള 15 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള യങ്സ്റ്റേഴ്സിനെ പറ്റി പഠിച്ചാൽ അറിയാം അവരെങ്ങനെയാണ് ജീവിക്കുന്നത്. അവർ എന്തിനെങ്കിലും ഇടപെടാനുള്ള അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ അറിയാം. കോളേജിൽ പോകുന്നുണ്ട് പാരൻസിൻ്റെ പൈസയുമായിട്ട്, പക്ഷേ അവരെന്തെങ്കിലും ലക്ഷ്യം വെച്ച് ഫോക്കസ് വെച്ച് പഠിക്കുന്ന കുട്ടികളാണ് എബ്രോഡ് പോകുന്നതും ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയിട്ട് പഠിച്ച് അവർ ജീവിക്കാൻ പോകുന്ന. ഈ പോയവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി എന്ത് കൊടുക്കും എന്നാണ് പറയുന്നത്? എന്ത് സെക്യൂർഡ് ലൈഫാണ് അവർക്ക് കൊടുക്കാൻ പോണത് ഈ കേരളത്തില്? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളൊരു നല്ലൊരു കാര്യം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. നമുക്കറിയാമല്ലോ, നമ്മൾ നല്ല കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങിയാൽ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റും. പക്ഷെ ആശ പറഞ്ഞതുപോലെ ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യങ്ങളും ലഹരി ഉപയോഗിക്കുന്നതും ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പൊ ഈ ലോകം മൊത്തത്തിൽ, വിശേഷിച്ചും വികസിത രാജ്യങ്ങൾ, നമ്മളെല്ലാം പാർക്കിലൊക്കെ കാണുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട്. എനിക്ക് തോന്നുന്നു ചില മുസ്ലിം രാജ്യങ്ങൾ ഒഴിച്ചു, മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇല്ല, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇത് കച്ചവടമുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കഞ്ചാവ് വിറ്റ് ജീവിക്കുന്ന ഒരു ഗവൺമെന്റാണ് അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ്. അപ്പം ചില അല്ലാതുള്ള മിഡിൽ ഈസ്റ്റുള്ള ചില രാജ്യങ്ങളോ. സാറ് ക്ഷമിക്കുക കേട്ടോ, ഈ CPM-കാരുടെ സാറ് CPM-കാരനാണ്, എനിക്കറിയില്ല. അയ്യോ സോറി, ക്ഷമിക്കണം. ഇവിടുത്തെ കാര്യം പറയുമ്പോൾ, നമ്മളെ സ്റ്റേറ്റ് കാര്യം പറയുമ്പോൾ കേരളത്തിലെ കാര്യമാണ് ഇപ്പോൾ. കേരളത്തിലെ സ്റ്റുഡൻസിനെ പറ്റിയുള്ള ചർച്ചയാണ്. അതിന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിലോട്ടും വികസിത രാഷ്ട്രത്തിലോട്ടൊന്നും പോകണ്ട. ഇവിടുത്തെ കുട്ടികൾ, നമ്മുടെ മക്കൾ ഡ്രഗ്സ് അഡിക്റ്റ് ആകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കേരളത്തിൽ പണ്ടിങ്ങനെ ഉണ്ടായിരുന്നോ? ഞാൻ കോളേജിൽ പഠിക്കുമ്പം അന്നത്തെ ഒരു സിനിമാ നടൻ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചാണ്, ഉപാസന എന്നും പറഞ്ഞിട്ടൊരു സിനിമയിൽ. അദ്ദേഹം കേരളത്തിൽ ആ ഫോർഷോർ റോഡിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു 3-4 ഗ്യാങ്ങായിട്ട് കഞ്ചാവ് അടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് കഞ്ചാവും മയക്കുമരുന്നെന്ന് മാത്രം എൻ്റെ അപ്പനും മൂത്ത ബ്രദറൊക്കെ പറഞ്ഞു കേൾക്കാം. സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ ചൂസി കുറച്ച് കുട്ടികൾ, പൈസയുള്ള വീട്ടിലെ കുട്ടികളായിരുന്നു ഈ ഇങ്ങനത്തെ ഒരു ഉഴപ്പത്തരമൊക്കെ കാണിച്ച് മൂലയ്ക്ക് പോയി നനഞ്ഞ കോഴിയെ മാതിരി ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അത് ഒരു 70-80% കുട്ടികൾ, പെൺകുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് കേരളത്തിലെ കാര്യമാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനൊക്കെ വിട്ടുകളാം, അത് നമ്മളെ ഇൻഡയറക്ട്ലി ബാധിക്കുന്നു. നാട് മുഴുവൻ ബാറുകൾ തുറന്നു കൊടുക്കുന്നു. മാത്രമല്ല ഇപ്പൊ ഡാൻസ് ബാർ കൂടി ഉണ്ട്. എന്തൊരു വികസനമാണ്. ഈ പോയ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ സംവിധാനം, പിന്നെ ഉന്നത വിദ്യാഭ്യാസം രംഗം ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്. ഈ ഉടച്ചു വാർക്കുന്നതിന് പകരം നമ്മൾക്ക് ഇപ്പൊ സാറിനെ ഞാൻ സാറിന് വിളിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെക്കാളും സീനിയേഴ്സ് എല്ലാ വിധത്തിലും. നമുക്ക് ഇപ്പൊ പിണറായി വിജയൻ സാറിൻ്റെ ഐഡിയോളജിയായിട്ട്, കമ്മ്യൂണിസമായിട്ട് എനിക്ക് എൻ്റെ അപ്പനോട് പോലും ചേർത്തില്ല. പക്ഷേ സ്ഥാനം കൊണ്ട്, പ്രായം കൊണ്ടൊക്കെ മൂത്തവരെ നമുക്ക് ബഹുമാനിക്കാം. ചിലരെ ക്വാളിറ്റി കൊണ്ട്, ചിലരുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് നമുക്ക് ബഹുമാനിക്കണം. ഈ സ്റ്റുഡൻസ്, കേരളത്തിലെ SFI സ്റ്റുഡൻസ്, ഇവിടുത്തെ ഗവർണർ, അദ്ദേഹം പ്രായം കൊണ്ട് എത്ര മുതിർന്നാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്? ഗവർണർ മാത്രമല്ല, ചാൻസലറാണ്. അദ്ദേഹം എത്ര സ്കോളറാണ്, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എത്രയുണ്ട്? അദ്ദേഹം മന്ത്രിയായിരുന്നു, MP ആയിരുന്നു, MLA ഒക്കെ ആയിരുന്നു എന്ന് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും വേണ്ട, ഒന്നും നോക്കണ്ട, ഗവർണറും കൂടി അല്ല നോക്കി ചെന്നിട്ട്. ഞാൻ ഇതിന് വേണ്ടി, ഈ ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോഴും ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ എത്ര വികൃതമായിട്ടാണ് അദ്ദേഹത്തിനെ വരച്ചു വെച്ചിരിക്കുന്നത്. അത് ചിലപ്പം വേറെ പാർട്ടിക്കാരും മറ്റുള്ള രാഷ്ട്രീയക്കാരെയും ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറെയാണ് ഈ കുട്ടികളിട്ട് വഴിനീളയിട്ട് ആക്രമിക്കുന്നത്. എന്നിട്ട് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം ഉടച്ചു വാർക്കുമ്പോൾ ആ കുട്ടികളോട് ഇവർ പിണറായി വിജയനും ഒക്കെ പറയാൻ ബാധ്യസ്ഥരല്ലേ? ബിന്ദു ഒരു അധ്യാപികയാണ്, നവീകരിക്കേണ്ട. ആർ ബിന്ദു അധ്യാപികയാണ് അല്ലേ?
പാർട്ടി SFIയിൽ കൂടി വളർന്നു വന്ന് PB മെമ്പറുടെ ഭാര്യയാണ്. ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഗവർണറെ ചീത്ത വിളിക്കുന്നതിനെ പറ്റി ഒരു അമ്മ എന്ന നിലയ്ക്ക് പോലും ഈ കുട്ടികളെ വിളിച്ചിട്ടൊന്ന് വഴക്ക് പറഞ്ഞിട്ടില്ല. എങ്ങനെ വഴക്ക് പറയുക? അധ്യാപകർക്ക് വേണ്ടിയിട്ട് ശവമഞ്ചൊരുക്കൽ, ഇങ്ങനത്തെ ചീത്ത വിളിക്കൽ, കസേരയുടെ കാല് വലിച്ചു പൊട്ടിച്ച് വീഴ്ത്തൽ, എടാപോടാ വിളിക്കൽ, പിന്നെ TP ശ്രീനിവാസൻ സാറിനെ അടിച്ചു താഴ്ത്തിട്ട് ഒരു SFIക്കാരനാണ് ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ട്